ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्री राधा कृष्ण पादान सगण ललिता श्री विशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घ्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃത ആദിലീല 2-ാമത്തെ അധ്യായം 46-ാമത്തെ ശ്ലോകം മുതൽക്കാം. നാരേരായണയാത്തെ കരദർശനം തഹാതിയോ ഹാതുമി മൂലനാരായണ. നാരേര അയനയാത്തെ കരദർശനം തഹാതിയോ ഹാതുമി മൂലനാരായണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നരരായനയദേ കരദർശന തഹതേയോ ഹവോക്തുമേ മൂലനാരായണ. ഹരേ കൃഷ്ണ. ഒരാൾ കൂടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നരരായനയദേ കരദർശന തഹയേദോ ഹവോക്തുമേ മൂലനാരായണ. വിവർത്തനം. ദിവ്യപൂജ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ. ജയ ശീല പ്രഭുപാദ്. ജീവരാശികളുടെ പ്രയാണം അങ്ങ് നിരീക്ഷിക്കുന്നു, ഇക്കാരണത്താലും അങ്ങ് ആദി നാരായണനാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. Very good. You oversee the wanderings of all living beings. For this reason also, you are the primary Lord Narayana. ഇവിടെ ബ്രഹ്മവിമോഹൻ ലീലയ്ക്ക് ശേഷം ഭഗവാൻ കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ, അല്ലെ? അതാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇതില് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്താണ്? അങ്ങ് നാരായണൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. യു ഓവർസീ വാണ്ടറിങ്സ് ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. ഫോർ ദി റീസൺ ഓൾസോ യു ആർ ദ പ്രൈമറി ലോർഡ് നാരായണ. അതായത് നാരായണന്റെ സ്രോതസ്സാണ്, മൂല കാരണമാണ് അങ്ങ്, നാരായണന്റെ സോഴ്സ് ആണെന്ന് പറയുന്നു. സോ കാരണം എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും പ്രയാണത്തിനെ അദ്ദേഹം ഓവർസീ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആര്? കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ പറയുന്നു, എനിക്ക് ചതുർഭുജമില്ല, എനിക്ക് കിരീടമില്ല, എനിക്ക് മുകുട്ടില്ല, ഒന്നുമില്ല, ഞാനെങ്ങനെ നാരായണനാവുന്നു എന്ന് കൃഷ്ണൻ വാദിക്കാണ്. ആരോട്? ബ്രഹ്മാവിനോട്, അല്ലെ? സോ പക്ഷെ ബ്രഹ്മ വിടുന്നില്ല. അങ്ങ് തന്നെയാണ്. നാരായണന് ചതുർഭുജം ഉണ്ടായിരിക്കും, ശംഖചക്ര ഗദാ പത്മൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആ നാരായണന്റെ മൂലസ്വരൂപമാണ് അങ്ങ് എന്ന് പറയാം. ശ്രീ കൃഷ്ണ in his Paramatma feature lives in the hearts of all living beings in both the transcendental and mundane creations.
As Paramatma, he witnesses all actions the living beings perform in all phases of time, namely past, present, and future. Sri Krishna knows that the living beings have done for hundreds and thousands of past births, and he sees what they are doing now. Therefore, he knows the results of their present actions that will fructify in the future also. So, Bhagwan Narayan, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാസ്റ്റ്, അതായത് ഭൂതകാലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അറിയാം, ഇപ്പോ ചെയ്യുന്ന അത് അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെയും ഭൂതകാലത്തെയും ആ കർമ്മം അനുസരിച്ചിട്ട് ഈ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതും അറിയാം. കാരണം പാസ്റ്റ് പ്രസന്റ് ഭഗവാന്റെ പ്രധാനപ്പെട്ട രണ്ട് ഓംനി പ്രസൻസ്, ഓംനി പൊട്ടൻറ്റ് ആൻഡ് ഓംനിസിയൻസ്. ഓംനിസിയൻസ് പറഞ്ഞാൽ എല്ലാ നോളജും ഉണ്ട്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിലുണ്ടായിരിക്കും. ഭഗവാന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പരമാത്മാവിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ബ്രഹ്മന്റെ രൂപത്തിലോ ഭഗവാൻ അവിടെ സന്നിഹിതനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഓംനിസിയന്റ് ആണ്, ഓംനി പ്രസന്റ്, ഓംനി പൊട്ടന്റും ആണ്. ഭഗവാൻ പല അവതാരത്തിലും വരുന്നുണ്ട്, പക്ഷെ എല്ലാ അവതാരത്തിലും ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ പൊട്ടൻസിയും പ്രദർശിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ അല്ല. എല്ലാ വിശുദ്ധത്വങ്ങളും പൂർണ്ണ പുരുഷോത്തം തന്നെയാണ്. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രദർശിപ്പിക്കുന്നത് പോലെ എല്ലാ ക്വാളിറ്റീസും പ്രദർശിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം എക്സെപ്ഷൻ ഉള്ളൂ. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് മൂലസ്വരൂപം, ഒറിജിനൽ. ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് എങ്ങനെ ഒരു ദീപമാണ് ആദ്യത്തെ ദീപം, അതിന്ന് ഒരുപാട് ദീപങ്ങൾ ജ്വലിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാ ദീപങ്ങളുടെയും ഒരേ ശക്തിയും ഒരേ പ്രകാശമാണ്. പക്ഷെ ആ മൂലമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒറിജിനൽ ദീപം എപ്പോഴും ഒറിജിനലാണ്. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും വിസ്തരിക്കുന്നു, പല രൂപത്തിലും പല ഭാവത്തിലും ആവിർഭവിക്കുന്നു, അവതരിക്കുന്നു. പക്ഷെ എങ്കിലും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലസ്വരൂപം എപ്പോഴും മൂലസ്വരൂപം, ഒറിജിനൽ. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറയുന്നത് ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണകാരി. പരമാകൃഷ്ണ പരമേശ്വരനാണ് അദ്ദേഹത്തിന്റെ. അതായത് ശ്രീ പ്രഭുപാദ ബ്യൂട്ടിഫുള്ളി കോയിൻ ചെയ്തിട്ടുണ്ട് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡറ്റ്, ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനും മീതെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ആണെങ്കിലും കൂടിയിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളും അവതാരങ്ങളും എല്ലാം ഓരോ പ്രത്യേക കാരണങ്ങളാൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇവിടെ അവർ ഇറങ്ങി വരുന്നു. അത്രേ ഉള്ളൂ. എല്ലാ പൊട്ടൻസിയും ഉണ്ട് ഭഗവാൻ കൃഷ്ണനിലുള്ള എല്ലാ പൊട്ടൻസി ഉണ്ടെങ്കിലും അതിവിടെ എക്സിബിറ്റ് ചെയ്യുന്നില്ല, ആവശ്യാനുസരണം മാത്രം എക്സിബിറ്റ് ചെയ്യുന്നു. സോ ആസ് ദ പരമാത്മ ഹി വിറ്റ്നസസ് ഓൾ ആക്ഷൻസ്. അതാണ് പറയുന്നത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാം ഭഗവാൻ അറിയാം. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ആ ഓരോരുത്തരുടെ ആ പ്രവർത്തനം അനുസരിച്ചിട്ട് ഫ്യൂച്ചർ എന്താണെന്ന് ഭഗവാൻ അറിയാം. അപ്പൊ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നു ഭഗവാൻ അറിയാം. എന്താണ് ഒരു ജീവാത്മാവ് ഇനി വരാൻ പോകുന്ന സമയത്ത് ഭാവിയിൽ എന്തെല്ലാം ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. അതെ, പ്രഭു എല്ലാവർക്കും ഉണ്ടോ? ഇല്ല പ്രഭു, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് പ്രഭു. ഇവരുമുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ക്ലിയർ ആകുമ്പോൾ ഒന്ന് പറയണം കേട്ടോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ബോൾ. നോ പ്രോബ്ലം. സോ വിൽ കണ്ടിന്യൂ. അപ്പോൾ എന്താണ് പറയുന്നത്, ഭഗവാന് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാം
ഭൂതകാലത്ത് എന്ത് ചെയ്യുന്നു, വർത്തമാനകാലത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ എന്തായിരിക്കും, എന്താണ് അവർ ചെയ്യുന്നത്, ഓരോ ജീവാത്മാക്കളും, ഇതെല്ലാം ഭഗവാന് കാണാൻ പറ്റും. അതുകൊണ്ട് ഭഗവാന് ഒമ്നിസ്യൻ എന്ന് പറയുന്നു, എല്ലാ കാലത്തും എല്ലാം അറിയുന്ന വ്യക്തി. He sees what they are doing now, therefore he knows the results of their present actions. They will fructify in future. അതാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. എന്താണ് ഫ്യൂച്ചറിൽ, ഭാവിയിൽ എന്തെല്ലാം ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടോ, എന്തെല്ലാം ചെയ്യും, ഇതെല്ലാം ഭഗവാൻ മുൻകൂട്ടി കാണാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ അതന്നെ പറഞ്ഞത്. ഭഗവാൻ എങ്ങനെ നമ്മുടെ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് കാണാൻ പറ്റും. നമുക്ക് എന്ത് വേണമെങ്കിൽ ചോയ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ. മനുഷ്യർക്ക് ചെറിയൊരു ഫ്രീഡം അതുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഭഗവാൻ എങ്ങനെ കാണാൻ പറ്റും? കാരണം വെച്ചാൽ എൻ്റെ ഏത് ഗുണത്തിലാണോ ഞാൻ നിൽക്കുന്നത്, എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്തത്, അതിൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം അറിയാൻ പറ്റും. So as stated in Bhagavad Gita, the entire cosmic situation is created as soon as he glances over the material energy. ഭഗവത്ഗീതയിൽ പറഞ്ഞ പ്രകാരം ഈ ഭൗതികം മുഴുവനെ ഭഗവാന്റെ ജസ്റ്റ് ഒരു ആ ദൃഷ്ടി എങ്ങനെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്? ഭഗവാൻ ആരത്തിലാണ് ആ ദൃഷ്ടി ഇവിടെ ഗ്ലാൻസ് ഈ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്? സദാശിവൻ. ഹരിബോൾ. ഓക്കെ, ശിവൻ മുഖേനാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്രഹ്മ പറയുന്ന ഭഗവാൻ വിഷ്ണുവും ശിവനും തമ്മിൽ യാതൊരു അന്തരമില്ല, എന്നാൽ അന്തരമുണ്ടേന്ന്. എങ്ങനെ പാലും തൈരും തമ്മിലുള്ള വ്യത്യാസം? പാലിൽ നിന്ന് തൈരുണ്ടാവുന്നു, പക്ഷെ തൈരിൽ നിന്ന് നമുക്ക് പാലുണ്ടാക്കാൻ പറ്റില്ല, അല്ലേ? പാലിൽ നിന്ന് തൈര് തീർച്ചയായിട്ടും, അതായത് ഭഗവാൻ ശിവനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ശിവൻ ഭഗവാനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. തൈരിൽ നിന്ന് എങ്ങനെ പാലുണ്ടാക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ. പക്ഷെ അതായത് ഒരു അചിന്ത്യ ഭേദമാണ് അഭേദമാണ്. ആ കണക്കിൽ കാണണം. ശിവന്റെ തത്വം, ശിവതത്വം എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ഒരു നിഗൂഢമായിട്ടുള്ള തത്വമാണ്. സാധാരണ ഈവൻ ബ്രഹ്മാവിനും കൂടിയും അത് കൂടുതൽ വിശദീകരിച്ച് തരുന്നില്ല. അത്രയും നിഗൂഢമായിട്ടുള്ളൊരു തത്വമാണ് ശിവതത്വം. ഭഗവാൻ വിഷ്ണു തത്വമാണ്, അതെ, അല്ലേ, അല്ല. അതുകൊണ്ടാണ് പക്ഷെ നമ്മളെല്ലാം ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട്, പക്ഷെ ശിവതത്വത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നില്ല. അപ്പൊ ഇത്രയും അറിഞ്ഞാൽ മതി. ഭഗവാനെ അതായത് ശിവനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പാടില്ല, അതേ സമയത്ത് ഒന്നല്ലതാനും. എങ്ങനെ പാലും തൈരും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാന്റെ എക്സ്പാൻഷൻ ആയതുകൊണ്ട്, അത് മാത്രമല്ല ഭഗവാന്റെ പരം ഭക്തനുമാണ് ശിവൻ. വൈഷ്ണവാനാം യഥാശംഭോ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. നിമ്നഗാനാം യഥാ ഗംഗ, ദേവാനാം അച്യുതോ യഥാ, ആൻഡ് വൈഷ്ണവാനാം യഥാശംഭോ, പുരാണാനാം ഇതം തഥാ. അപ്പോൾ വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവന്മാരിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ളത് ആരാണ്? ശംഭു. അതാണ് പറയുന്നത്. സോ നത്തിങ് ക്യാൻ എക്സിസ്റ്റ് without his superintendence, since he sees even the abode where the collective living beings rest. He is the original Narayana. പ്രഭാതോടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഭഗവാന്റെ ശക്തി ഇല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സിൻസ് ഹി സീസ് ഈവൻ ദ abode where the collective living beings rest, he is the original Narayana. അപ്പൊ എന്താണ് ഇവിടെ എൻ്റെ അർത്ഥം? ഹി സീസ് ഈവൻ ദ abode where the collective living beings, എവിടെയാണ് എല്ലാ ജീവജാലങ്ങളും റെസ്റ്റ് ചെയ്യുന്നത്? വിഷ്ണു, അല്ലേ? കളക്റ്റീവ് ലിവിംഗ് ബീങ് റെസ്റ്റ് അവിടെയാണ്. ഈസ് ദ ഒറിജിനൽ നാരായണ. അപ്പോ എല്ലാ ആക്ച്വലി മെയിനായിട്ട് പുരുഷാവതാരം എന്ന് പറഞ്ഞാൽ കാരണോത്സവ വിഷ്ണു, അല്ലെങ്കിൽ മഹാവിഷ്ണു, പിന്നെ ഗർഭോത്സവ വിഷ്ണു, പിന്നെ ഇവരാണ്. പക്ഷേ എല്ലാ വിഷ്ണു തത്വങ്ങളും പുരുഷന്മാരെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻജോയർ. നമ്മളുടെ ഇവിടെ ഭൗതിക ലോകത്തിൽ നിന്ന് സ്ത്രീ പുരുഷന്റെ ഇതല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻജോയർ. ആരാണ് എൻജോയർ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാ വിഷ്ണു തത്വന്മാരും എൻജോയറാണ്. നമ്മൾ വി ആർ എൻജോയ്ഡ് ബൈ ദ പുരുഷാസ്. നമ്മൾ അതുകൊണ്ടാണ് പ്രകൃതി, നമ്മൾ ജീവാത്മാക്കളാണ്, മാർജിനൽ എനർജിയിലാണ്. നമ്മളെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? പ്രകൃതി. പ്രകൃതി പറഞ്ഞാൽ
ഫെമിനിൻ ജെൻഡറാണ് അല്ലേ? അപ്പൊ നമുക്ക് പുരുഷന്റെ ശരീരം ഉണ്ടെങ്കിൽ ശരി, സ്ത്രീയുടെ ശരീരം ഉണ്ടെങ്കിൽ ശരി, നമ്മളെല്ലാവരും പ്രകൃതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവ് ഇവിടെ പറയുന്നത് ഹി ഈസ് ദ ഒറിജിനൽ നാരായണ ഓർ യു ആർ ദ ഒറിജിനൽ നാരായണ. ആരോടാ പറയുന്നത്? ഭഗവാനോട്, ശ്രീകൃഷ്ണ കൃഷ്ണനോട്. ഭഗവാനോട്. ഓക്കെ. ഇതെവിടെ നടക്കുന്നു ഈ ലീല? ഭൗമ്യ വൃന്ദാവനില് അല്ലെ? ബ്രഹ്മവിമോഹൻ ലീല കഴിഞ്ഞ ശേഷം ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ കൊച്ചു കൃഷ്ണനെ എന്താണ് പറയുന്നത്? യു ആർ ദ ഒറിജിനൽ നാരായണ. അപ്പൊ നാരായണ ഈസ് നോട്ട് ഒറിജിനൽ. അപ്പൊ അതിന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഈശ്വര പരമകൃഷ്ണ, നാരായണന്റെ ഉദ്ഭവസ്ഥാനം കൃഷ്ണനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ തത്വം ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. മറ്റു വൈഷ്ണവ സമ്പ്രദായത്തിൽ അറിയില്ല എന്നല്ല, പക്ഷെ ഈ ക്ലാരിറ്റി കിട്ടില്ല. കാരണം ചൈതന്യ മഹാപ്രഭു വളരെ വിശദമായിട്ട് ഈ പുരുഷാവതാരങ്ങളെ പറ്റിയിട്ടും ഈ മെറ്റീരിയൽ ക്രിയേഷനെ പറ്റിയിട്ടും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം രൂപസനാതന മറ്റുള്ള ഗോസ്വാമികാരും പിന്നെ അതിനെ പിന്തുടർന്നത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിലൂടെ വളരെ വിശദമായി ക്ലിയർ ആയിട്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ക്രിയേഷൻ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം വായിച്ചാൽ ഇത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ 3 പുരുഷന്മാരെ പറ്റി ഇത്ര ക്ലാരിറ്റിയോട് ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല. അത് ചൈതന്യ ചരിതാമൃതം വായിച്ചാൽ അല്ലെങ്കിൽ ഗൗഡിയ വൈഷ്ണവ ലിറ്ററേച്ചർ വായിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂ. സോ ടെക്സ്റ്റ് 47. കൃഷ്ണ കഹേന ബ്രഹ്മ ത്വമരന ഭുജി വചന ജീവ ഹൃദി ജലെ വൈശേഷേ നാരായണ. കൃഷ്ണ കഹേന ബ്രഹ്മ ത്വമരന ഭുജി വചന ജീവേ ഹൃദി ജലെ വൈസേ സേ നാരായണ. ഹരേ കൃഷ്ണ. हरे कृष्णा. कृष्णा का है ना ब्रह्मा तुम्हारा ना भुजी वचना जीवा हृदय जले वैसे से नारायण. हरे ഹരി कृष्ण. ബോൾ. ഒരുവണ്ണം പോയി. हरे कृष्णा प्रभु प्रणाम. ഹരേ കൃഷ്ണ. कृष्णा का है न ब्रह्मा तुम्हारा न बुझी वचन जीव हृदय जले वैसे से ही नारायण. വിവർത്തനം ബൈ എസ് സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശില പ്രഭുപാദ് കി ജയ്. കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ബ്രഹ്മാവേ, ഭഗവാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലയോ ജീവഭൂതങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനും കാരണസമുദ്രത്തിൽ ശയിക്കുന്നവനുമാണല്ലോ ഭഗവാൻ നാരായണൻ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. കൃഷ്ണ സെറ്റ്, Brahma, I cannot understand what you are saying. Lord Narayana is he who sits in the hearts of all living beings and lies down in the waters of Karana ocean. So, ബ്രഹ്മാവിനോട് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണ ഭഗവാൻ ഗോപവാനായിട്ടുള്ള കൃഷ്ണ ഭഗവാൻ ആർഗ്യൂ ചെയ്യാണ്, വാദിക്കുകയാണ്. അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നാരായണന്റെ ഒറിജിനൽ എന്നല്ല. ആരാണ് നാരായണൻ? ലോർഡ് നാരായണ ഈസ് ഹി ഹു സിറ്റ്സ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് എവറി ലിവിങ്സ്. നാരായണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാ രൂപത്തിൽ ഇരിക്കുന്നതാണ്. അതൊന്നും ഞാനല്ല. ആൻഡ് ലൈസ് ഡൗൺ ദ വാട്ടേഴ്സ് ഓഫ് കാരണ ഓഷ്യൻ. അതേ നാരായണൻ തന്നെയാണ് കാരണ ഉദക സാഗരത്തില് കാരണക്കടലില് ശയിക്കുന്നതും. അത് ഞാൻ എങ്ങനെയാവുക? ഞാനൊരു ഗോപപാലൻ, ഗോക്കളെ മേയ്ക്കുന്നവൻ. എന്താണ് അങ്ങ് പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല എന്ന് കൃഷ്ണൻ ബ്രഹ്മാവിനോട് പറയാണ്. ബ്രഹ്മ കഹേ ജലെ ജീവേ ഹേ നാരായണ से सबा तुम्हारा अंश ये सत्य वचन. ब्रह्म कहे जले जीवे ये नारायण से सबा तुम्हारा अंश ये सत्य वचन. ഹരേ കൃഷ്ണ. ബ്രഹ്മ കഹേ ജലെ ജീവേ യേ നാരായണ സേ സബ തുമാര അംശ ഏ സത്യ വചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 40. ബ്രഹ്മ കഹേ ജലെ ജീവേ യേ നാരായണ സേ സബ തുമാര അംശ ഏ സത്യവചന. വിവർത്തനം എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്. ജലത്തിലും ജീവസത്തകളുടെ ഹൃദയത്തിലും വസിക്കുന്ന അതേ നാരായണൻ അങ്ങയുടെ ഒരു സമഗ്ര ഭാഗമല്ലാതെ മറ്റൊന്നുമല്ല. ഹരേ കൃഷ്ണ. ബ്രഹ്മാവ് വാദിക്കാണ്,
കൃഷ്ണനോട് പറയും, അല്ല, ഞാൻ പറയുന്നത് ശരിയാണ്. ബ്രഹ്മ റിപ്ലൈഡ്, വാട്ട് ഐ ഹാവ് സെഡ് ഈസ് ട്രൂ. ദ സെയിം ലോർഡ് നാരായണ ഹു ലിവ്സ് ഓൺ ദ വാട്ടേഴ്സ് ആൻഡ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഓൾ ലിവിംഗ് ബീങ്സ് ഈസ് ബട്ട് എ പ്ലാനറി പോർഷൻ ഓഫ് ദി. ഓയ്, ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ശരി? അതേ നാരായണൻ, അതായത് കാരണസാഗരത്തിൽ ശയിക്കുന്ന അതേ നാരായണൻ എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മാവായിട്ട് കുള്ളികൊള്ളുന്നു. അത് മറ്റാരുമല്ല, അങ്ങയുടെ തന്നെ ഒരു ഭാഗമാണ്, ഒരു അംശമാകുന്നു. എ പ്ലനറി പോർഷൻ ഓഫ് യു, അതായത് കൃഷ്ണന്റെ. അപ്പൊ കൃഷ്ണനായി ആരായി? കൃഷ്ണൻ ദ ഒറിജിനൽ സോഴ്സ് ആയി. കൃഷ്ണന്റെ ഒരു പ്ലനറി പോർഷൻ ആണെന്നാ പറയുന്നത്. സോ ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ വിഷ്ണുസ്, ഇൻ അതർ വേർഡ്സ്. കാരണാബ്ധി ഗർഭോദക ക്ഷീരോദകശായി മായാദ്വാരേ സൃഷ്ടികാരേ താഥേ സഭമായി. കാരണാബ്ധി ഗർഭോദക ക്ഷീരോദകശായി മായാദ്വാരേ സൃഷ്ടികാരേ താഥേ സഭമായി. ഹരേ കൃഷ്ണ. കാരണാബ്ധി ഗർഭോദക ക്ഷീരോദകശായി മായാദ്വാരേ സൃഷ്ടികാരേ താതേ സഭമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാരണാബ്ധി ഗർഭോദക ക്ഷീരോദശകായി മായാദ്വാരേ സൃഷ്ടികരേ താതേ സഭമായി. വിവർത്തനം ബൈ എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നാരായണന്റെ കാരണോദശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി രൂപങ്ങൾ ഭൗതിക ശക്തിയുടെ സഹകരണത്താൽ സൃഷ്ടി നടത്തുന്നു. ഈ വിധത്തിൽ അവർ മായയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. Very good. The Karnodasai, Garbhosai, and Kshirodasai forms of Narayana all create in cooperation with the material energy. In this way, they are attached to Maya. എന്താണ് പറയുന്നത്? ഈ മൂന്ന് വിഷ്ണു, മൂന്ന് ഫോമും, അതായത് ഭഗവാന്റെ മൂന്ന് രൂപങ്ങളും, കാരണ ഉദകസായി വിഷ്ണു, ഗർഭ ഉദകസായി വിഷ്ണു, ക്ഷീര ഉദകസായി വിഷ്ണു, ഇതെല്ലാം ഭഗവാൻ നാരായണന്റെ ഈ ഭൗതിക ലോകത്തിലെ മായാശക്തിയായിട്ട് കോഓപ്പറേഷൻ, സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ വർത്തിക്കുന്നു. ഇൻ ദിസ് വേ ദേ ആർ അറ്റാച്ച് ടു മായ. അപ്പൊ അതിന്റെ അർത്ഥം അവര് മായയുടെ കീഴിലാണോ? അല്ല, മായയുടെ മാസ്റ്ററാണ്. പക്ഷെ അവര് മായയായിട്ട് ഒരു സമ്പർക്കം പുലർത്തുന്നുണ്ട്. എങ്കിലും കൂടി നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അവർ മൂന്ന് പേരും മായയുടെ അധീനത്തിലാണ്. അല്ല, അവര് മായയുടെ അധീനത്തിലുള്ള മായ അതീതമാണ്, മായയുടെ മാസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഭൗതിക ലോകമായിട്ടുള്ള ആ ഒരു ബന്ധം ഉണ്ടാവുന്നതുകൊണ്ട് ദേ ആർ അറ്റാച്ച് ടു മായ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇവരെല്ലാം ഈ മൂന്ന് പുരുഷാവതാരങ്ങളും മായയുടെ അധീനത്തിലാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവര് മായയുടെ മാസ്റ്റേഴ്സ് ആണ്. ഇവിടുത്തെ ഒരു ഫങ്ഷണറി ആക്ടിവിറ്റീസ് ആണ് അവർ ഏറ്റെടുക്കുന്നത്. അതായത് ഈ ഭൗതിക ലോകത്തിലെ ഫങ്ഷണറി ആക്ടിവിറ്റീസിലെ ഏറ്റവും ടോപ്പില് ആരാണ്? കാരണ ഉദകസായി വിഷ്ണു. അദ്ദേഹത്തിന്റെ തന്നെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഗർഭോദസായി വിഷ്ണു, പിന്നെ അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ക്ഷീരോദസായി വിഷ്ണു. അപ്പൊ അവരെല്ലാം ഈ ഭൗതിക ലോകമായിട്ടുള്ള ആ ഒരു ക്രിയേഷനിലെ ഒരു ഭാഗമാക്കാണ്. പക്ഷെ അവര് ആ മെറ്റീരിയൽ എനർജിയുടെ കീഴിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേസ ചരാചരം ഏതു നാനേന കൗന്തേയ ജഗത് വിപരിവർത്തത. എൻ്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി ഇവിടെ ഫങ്ഷൻ ചെയ്ത് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ പ്രകൃതിയുടെ കീഴിൽ ഭഗവാൻ വരും? ഞാൻ ഒരാളെ മാനേജ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ അയാളുടെ കീഴിൽ വരുന്നില്ല, അല്ല, എൻ്റെ കീഴിലാണ് അയാൾ വരുന്നത്. അതേപോലെ ഭഗവാൻ പറയാണ്, ഭഗവാന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി ചലിക്കുന്നത്. അപ്പോ ആ പ്രകൃതി ഭഗവാന്റെ സെർവൻ്റ് ആയിട്ട് വരും, അല്ലേ? ഇതാണ് അവർ ഇൻ ദിസ് വേ ദേ ആർ അറ്റാച്ച് ടു മായ എന്ന് പറഞ്ഞാൽ അവർ മായയുടെ കീഴിലല്ല, അവർ മായ ആയിട്ട് സഹകരണം ചെയ്തിട്ട് ഈ ഭൗതിക ലോകം ഫങ്ഷൻ ചെയ്യിക്കുന്നു. ഇത്ര വ്യത്യാസം. സേതീന ജലാശായി സർവ അന്തര്യാമി ബ്രഹ്മാണ്ഡ വൃന്ദേരെ ആത്മാ യേ പുരുഷനാമി. സേതീന ജലാശായി സർവ അന്തര്യാമി ബ്രഹ്മാണ്ഡ വൃന്ദേരെ ആത്മാ യേ പുരുഷനാമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
सेयति न जलशायी सर्व अन्तर्यामी ब्रह्माण्ड वृन्देर आत्मा ये पुरुषनामि कृष्ण हरे कृष्णा सेतीन जलशायी सर्व अंतर्यामी ब्रह्मांड വൃന്ദേര ആത്മായെ പുരുഷനാമി. വിവർത്തനം: ജലത്തിൽ ശയിക്കുന്ന ഈ 3 വിഷ്ണുമാരും എല്ലാത്തിന്റെയും പരമാത്മാക്കളാണ്. സർവപ്രപഞ്ചങ്ങളുടെയും പരമാത്മാവാണ് ആദിപുരുഷൻ. ഹരേ കൃഷ്ണ. These 3 Vishnus lying in the water are the super soul of everything. The super soul of all the universes is known as the first Purusha. അപ്പൊ ഈ 3 വിഷ്ണുമാരും എല്ലാവരും പരമാത്മാവും. നമ്മളത് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്താണ്. എങ്കിലും കൂടി ഒന്നുകൂടി പറയുന്നു. അതായത് ഈ 3 വിഷ്ണു പരമാത്മാവാണ്. പരമാത്മാവിടെ ഇങ്ങനെ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും പരമാത്മാവാണ് കാരണോത്സാഹ വിഷ്ണു. ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും പരമാത്മാവാണ് ഗർഭോത്സാഹ വിഷ്ണു. ഓരോ ജീവജാലങ്ങളുടെയും പരമാത്മാവാണ് ക്ഷീരോത്സാഹ വിഷ്ണു. അപ്പൊ 3 പേരും പരമാത്മാവിന്റെ രൂപത്തിൽ ഫങ്ഷൻ ചെയ്യുന്നു. വ്യത്യാസം ഇത്രയുള്ളൂ. മഹാവിഷ്ണു എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും, പിന്നെ ഗർഭോത്സാഹ വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തെയും, ക്ഷീരോത്സാഹ വിഷ്ണു ഓരോ ജീവജാലങ്ങളുടെയും. ഇതാണ് ഇവിടെ പറയുന്നത്. ഹിരണ്യ ഗർഭേര ആത്മാ ഗർഭോദക സായി വ്യാസി ജീവ അന്തര്യാമി ക്ഷീരോദക സായി. ഹിരണ്യ ഗർഭേര ആത്മാ ഗർഭോദക സായി വ്യാസി ജീവ അന്തര്യാമി ക്ഷീരോദക സായി. ഹരേ കൃഷ്ണ. ഹിരണ്യ ഗർഭേരെ ആത്മാ ഗർഭോദകശായി വൃഷ്ടിജീവ അന്തര്യാമി ക്ഷീരോദകശായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹിരണ്യഗർഭേരെ ആത്മാ ഗർഭോദകശായി വെഷ്ടി ജീവ അന്തര്യാമി ക്ഷീരോദകശായി. വിവർത്തനം: ഹിരണ്യഗർഭം എന്ന ജീവസഞ്ചയത്തിന്റെ പരമാത്മാവാണ് ഗർഭോദകശായി വിഷ്ണു. ക്ഷീരോദകശായി വിഷ്ണു ഓരോ ജീവസത്തയിലും ഉൾപ്പോകുന്ന പരമാത്മാവാകുന്നു. Garbhosaha Vishnu is a super soul of aggregate of living entities, and Kshirodaksha Vishnu is a super soul of each individual living being. ഞാൻ നേരത്തെ പറഞ്ഞ അതന്നെ ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും അതേപോലെ ഓരോ ഇൻഡിവിജ്വൽ ലിവിങ് ബീയിങ്ങിന്റെയും പരമാത്മാവാണ് ഇവർ രണ്ടുപേരും, ഗർഭോത്സാഹ വിഷ്ണു, ക്ഷീരോത്സാഹ വിഷ്ണു. ഏഷഭാരാ ദർശനത്തെ അചേമായ ഗന്ധ തുരിയ കൃഷ്ണേരാനായി മായാര സംബന്ധ. ഏഷഭാര ദർശനത്തെ അചേമായ ഗന്ധ തുരിയ കൃഷ്ണേരാനായി മായാര സംബന്ധ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ऐसा भरा दर्शने थे आचे माया गंदा तुरिया कृष्णेरा नाही माया रसंबंधा. हरे कृष्ण. हरे कृष्णा. प्रणाम प्रभु जी. श्रील प्रभुपाद की जय. ऐसा भारा दर्शने दे आचे माया गंधा तुरिया कृष्णेरा नाही माया रसंबंध. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. ഈ പുരുഷാവതാരങ്ങൾക്ക് മായയോട് അല്പം ബന്ധമുള്ളതായി ഉപരിപ്ലവമായി നമുക്ക് കാണാം. എന്നാൽ അവയ്ക്കുപരിയായി 4ാമത്തെ മാനത്തിൽ മായാശക്തിയുമായി യാതൊരു ബന്ധവുമില്ലാതെ കൃഷ്ണൻ വർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. Very good. Superficially, we see that these Purushas have a relationship with Maya. But above them, in the 4th dimension, is Lord Krishna, who has no contact with material. അപ്പോൾ ഈ 3 പുരുഷന്മാർക്കും മായയായിട്ട് ചെറിയൊരു ബന്ധം, കാരണം അവർ ഡയറക്ട്ലി ഈ ഭൗതിക ലോകമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അവരാണ് അതിൻ്റെ സോഴ്സ്. ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതിലെല്ലാം ഇവർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് അവർ ഈ മായ ലോകമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. പക്ഷേ ലോർഡ് കൃഷ്ണ ഇതായിട്ട് ഡയറക്ട്ലി യാതൊരു ബന്ധവുമില്ല. ഇൻ ദ 4th dimension ഈസ് ലോർഡ് കൃഷ്ണ വാസ് നോ കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ എനർജി. മെറ്റീരിയൽ എനർജിയായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റും ഭഗവാൻ കൃഷ്ണനില്ല. ഭഗവാൻ കൃഷ്ണന്റെ പോർഷനാണ് ആര്? മഹാവിഷ്ണു. അവർക്ക് ഡയറക്റ്റ് ബന്ധം. അല്ലാണ്ട് അതായത് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, കൃഷ്ണന് മായയായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഡയറക്റ്റ്ലി ഇല്ല എന്നുള്ളത്. കൃഷ്ണന്റെ തന്നെ ശക്തിയാണ് മായ. പക്ഷേ എങ്കിലും ആ മായ ശക്തിയിൽ നിന്നും മാറി നിൽക്കുന്നു കൃഷ്ണൻ. അതിൻ്റെ
ആ ബന്ധം അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ആ പുരുഷ അവതാരങ്ങൾക്ക് മാത്രമാണ്. The three Purushas, Karanodaka Sai Vishnu, Garbhodaka Sai Vishnu, and Kshirodaka Sai Vishnu, all have a relationship with the material energy called Maya. Because through Maya, they create the material cosmos. These three Purushas, who lie on the Karana, Garbha, and Krishna oceans respectively, are the super soul of everything that be. Karana Sai Vishnu is the super soul of collective universes. Garbho Sai Vishnu is the super soul of collective living beings. And Kshirodaka Sai Vishnu is the super soul of all living, individual living entities. Because all of them are somehow attracted to the affairs of the material energy, they can be said to have some affection for Maya. But the transcendental position of Sri Krishna is not even slightly tinged by Maya. His transcendental state is called Turiya, or the fourth dimensional stage. For Bhagavan Krishna, state എന്താണ്? Turiya. ഫോർത്ത് ഡയമണ്ട് സ്റ്റേജ്. ഈ 3 പുരുഷ അവതാരങ്ങളുടെയും മീതയാണ്. കാരണം ഡയറക്റ്റ്ലി ഭഗവാൻ കൃഷ്ണനും മായായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ഓരോരുത്തരുടെ ഫംഗ്ഷൻ എന്താണ്, അവരാരായിട്ടാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്, അവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ ഏത് റെൽമിലാണ്, അവരുടെ ഫംഗ്ഷൻ ഏത് റെൽമിലാണ്? സ്പിരിച്വൽ വേൾഡിലല്ല. ആണോ? മഹാവിഷ്ണു സ്പിരിച്വൽ വേൾഡിലത്തെ കാര്യമാണോ നോക്കുന്നത്? അല്ല, ഭൗതിക ലോകത്തിലെ കാര്യം നോക്കുന്നത്. മഹാവിഷ്ണുവിന്റെ സ്കിൻ പോഴ്സ് നിന്നാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉത്ഭവിക്കുന്നത്. ഭഗവാന്റെ അംശമാണെങ്കിലും കൂടിയിട്ട്, വിഷ്ണു തത്വമാണെങ്കിലും കൂടിയിട്ട് സ്പിരിച്വൽ വേൾഡിൽ ഒരു കാര്യം മഹാവിഷ്ണു നോക്കുന്നില്ല. നാരായണനുണ്ട്, ആ നാരായണൻ വൈകുണ്ഠത്തിലാണ്. ആ നാരായണന്റെ എക്സ്പാൻഷനാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണവിഷ്ണു. അപ്പൊ അവർക്ക് ബന്ധം ഡയറക്ട്ലി ഈ ഭൗതിക ലോകത്തെ സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ആര്? ഇവിടെ ബ്രഹ്മാവ് കൃഷ്ണനോട്. അപ്പൊ കൃഷ്ണന്റെ ആ സ്റ്റാറ്റസ്, ആ തുരിയ സ്റ്റാറ്റസ്, ദ ഫോർത്ത് ഡയമെൻഷൻ സ്റ്റേജ് വീണ്ടും വീണ്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഇതുകൂടെ ഈ ശ്ലോകത്തിലൂടെ. വിരാട് ഹിരണ്യ ഗർഭസ്യ കാരണം ചേതി ഉപാധയാം ഈശായ യത്രിഭിർഹീനം തുരീയം തത് പ്രചക്ഷതേ. വിരാട് ഹിരണ്യ ഗർഭസ്യ കാരണം ചേതി ഉപാധയാം ഈശസ്യ യത്രിഭിർഹീനം തുരീയം തത് പ്രചക്ഷതേ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വിരാട് ഹിരണ്യഗർഭശ്ച കാരണം ചേതുപാദയ ഈശസ്യ യത്രിഭിർഹീനം തുരീയം തത് പ്രചക്ഷതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 53. വിരാട് ഹിരണ്യഗർഭശ്ച കാരണം ചേതുപാദയാഃ ഈശസ്യ യത്രിഭിർഹീനം തുരീയം തത് പ്രചക്ഷതേ. വിവർത്തനം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ലോകത്തിൽ ഭഗവാൻ വിരാട്, ഹിരണ്യഗർഭൻ, കാരണൻ എന്നിങ്ങനെ അഭിധാനം ചെയ്യപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ അവിടുന്ന് ഇവയ്ക്കെല്ലാം ഉപരിയായ 4ാം മാനത്തിലാണ്. ഹരേ കൃഷ്ണ. In the material world, the Lord is designated as Virat, Hiranyagarbha, and Karana. But beyond these 3 designations, the Lord is ultimately in the 4th dimension. ഭൗതിക ലോകത്തില് ഭഗവാന് വിരാട്, വിശ്വരൂപം, വിരാട് എന്നൊക്കെ പറയുന്നില്ലേ, ഹിരണ്യഗർഭ ആൻഡ് കാരണ. ബട്ട് ബിയോണ്ട് ദീസ് 3 designations, the Lord is ultimately in the 4th dimension. ഇതിന്ന് 3 ഈ ഡിസിഗ്നേഷനിലും ഈ ഉപാധികളിൽ നിന്നും മീതെയാണ് ഭഗവാൻ സ്വയം 4th dimensionലാണ്. വിരാട്, ദ ഫിനോമിനൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സുപ്രീം ഹോൾ. ഓക്കെ, അത് അർജുനന് കാണിച്ചു കൊടുത്തു, വിരാട് രൂപം, വിശ്വരൂപം അല്ലെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം മുഴുവന് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ടെമ്പററി എക്സ്പാൻഷൻ, ടെമ്പററി മാനിഫെസ്റ്റേഷൻ ആണ്. ഇതൊരു എറ്റേണൽ മാനിഫെസ്റ്റേഷൻ അല്ല ഈ വിരാട്. ഹിരണ്യഗർഭ, ദ ന്യൂമിനസ് സോൾ ഓഫ് എവറിഥിങ്, ആൻഡ് കാരണ, ദ കോസ് ഓർ കോസൽ നേച്ചർ, ആർ ഓൾ ബട്ട് ഡെസിഗ്നേഷൻസ് ഓഫ് ദ പുരുഷാസ്. ഇതെല്ലാം പുരുഷ അവതാരത്തിന്റെ പ്രത്യേക ഉപാധികളാണ്. ഹു ആർ റെസ്പോൺസിബിൾ ഫോർ മെറ്റീരിയൽ ക്രിയേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം
ഭൗതിക ലോകത്തിന്റെ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പാൻഷൻസും അല്ലെങ്കിൽ അവതാരങ്ങളുമാണ്. ദ ട്രാൻസെൻഡന്റൽ പൊസിഷൻ സർപാസസ് ദീസ് ഡിസിഗ്നേഷൻസ് ആൻഡ് ഈസ് ദെയർഫോർ കോൾഡ് ദ പൊസിഷൻ ഓഫ് ദ ഫോർത്ത് ഡയമെൻഷൻ. അപ്പൊ ഈ ഫോർത്ത് ഡയമെൻഷനിൽ എന്തുകൊണ്ടാണ് വരുന്നത്? അവരൊന്നും, അതായത് ഭഗവാൻ, അതായത് ഈ 3 പുരുഷാവതാരത്തിന് മുകളിലുള്ള എല്ലാവരും ഈ ഭൗതിക ലോകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്കില്ല. അതുകൊണ്ടാണ് അവര് ഫോർത്ത് ഡയമെൻഷൻ. അതുകൊണ്ട് നമ്മള് അവര് ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഭൗതിക ലോകത്തില് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. ബ്രഹ്മാവ് രജോഗുണത്തിന്റെ മാസ്റ്ററാണ്. അപ്പൊ രജോഗുണമായിട്ട് വളരെ അടുത്ത് സമ്പർക്കമുള്ള ആക്ടിവിറ്റീസിൽ ബ്രഹ്മാവ് ഇടപെടുന്നുണ്ട്. ലോർഡ് ശിവ തമോ ഗുണത്തിന്റെ മാസ്റ്ററാണ്. തമോ ഗുണത്തിലുള്ള ജീവജാലങ്ങളുമായിട്ട് അദ്ദേഹത്തിന് സമ്പർക്കം കൂടുതലുണ്ട്. പക്ഷെ അദ്ദേഹം തമോ ഗുണത്തിലല്ല. അതേപോലെ വിഷ്ണു ഭഗവാൻ സത്വഗുണത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആണ് അദ്ദേഹത്തിന്റെ സമ്പർക്കം. അതുകൊണ്ട് അദ്ദേഹം സത്വഗുണത്തിന്റെ അധീനത്തിലാണെന്ന് പറയുന്നത്. ഇവരെല്ലാവരും ആക്ച്വലി സ്പീക്കിംഗ് ദേ ആർ ഗുണ അതീതാണ്. എസ്പെഷ്യലി അതിൽ വിഷ്ണു ഈസ് ഭഗവാന്റെ വിഷ്ണു തത്വമാണ്. മറ്റത് ശിവതത്വമാണ്, ജീവതത്വമാണ്. ഇവര് എസ്പെഷ്യലി വിഷ്ണു മോഡ് ഓഫ് പ്യുവർ ഗുഡ്നെസ്സിലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. സോ ദിസ് ഈസ് എ കൊട്ടേഷൻ ഫ്രം ശ്രീധര സ്വാമിസ് കമന്ററി ഓൺ ദ 11th canto 15th chapter verse 16 of ശ്രീമദ് ഭാഗവതം. ശ്രീധര സ്വാമിയാണ് പ്രഭുപാദ മാത്രമല്ല എല്ലാ ആചാര്യന്മാരും ശ്രീമദ് ഭാഗവതത്തിന്റെ കമന്ററി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം വിൽ ബി ശ്രീധര സ്വാമി. ഫസ്റ്റ് നെയിം ഭാഗവതം കമന്ററി ഏറ്റവും കൂടുതൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് ശ്രീധരസ്വാമിയാണ്. ശ്രീധരസ്വാമി, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, ഇവരൊക്കെ കമന്ററിയാണ് പ്രഭുപാദിയും തന്റെ പർപ്പോട്ടിൽ കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീധരസ്വാമിയുടെ കമന്ററിയിൽ നിന്ന് എടുത്താണ്. ടെക്സ്റ്റ് 54. യദ്യപി തീനേരാമായ വ്യവഹാരം തഥാപി തത് സ്പർശനാഹി സഭയമായ പാരാം. യദ്യപി തീനേരമായ വ്യവഹാരം തഥാപി തത് സ്പർശനാഹി സഭയമായ പാരാ. ഹരിബോൾ. ഹരേ കൃഷ്ണ. യദ്യപി തീനേരമായ ലഹീയ വ്യവഹാര തഥാപി തത് സ്പർശനാഹി സഭയമായ പാരാ. ഹരേ കൃഷ്ണ. യദ്യപി തിനരമയ ലയ വ്യവഹാര തഥാപി തത്സ്പർശനാഹി സഭയമായ പാര. വിവർത്തനം ശ്രീ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ഈ 3 ഭാവങ്ങളും ഭൗതിക ശക്തിയുമായി നേരിട്ട് ഇടപെടുന്നുണ്ടെങ്കിലും അവയാലൊന്നും അവർ സ്പർശിക്കപ്പെടുന്നില്ല. അവരെല്ലാം മായയ്ക്ക് അതീതരാണ്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. Although these 3 features of the Lord deal directly with the material energy, none of them are touched by it. They are all beyond illusion. അപ്പോ ഈ 3 പുരുഷാവതാരങ്ങളും ഡയറക്ട്ലി ഭൗതിക തലത്തില് ഏർപ്പെടുന്നുണ്ടെങ്കിലും കൂടിയിട്ടും അവരൊന്നും അതിന്റെ പ്രഭാവത്തിൽ അകപ്പെടുന്നില്ല. ദേ ആർ ബിയോണ്ട് ഇല്യൂഷൻ. പ്രഭുപാദ ഉദാഹരണത്തിന് കൊടുക്കുന്നത്, ഇപ്പോ ജയില് ഒരുപാട് ജയിൽ പുള്ളികളുണ്ട്, വിക്ടിംസ് ഉണ്ട് അല്ലെ. അവര് അതിന്റെ ആ ജയിൽ നിയമവ്യവസ്ഥയുടെ അധീനത്തിലാണ് എല്ലാവരും, ആ ജയിൽ വാസികളല്ല. പക്ഷെ ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽ ജയിൽ സന്ദർശിക്കുകയാണ്, ഗവൺമെന്റ് ഓഫീഷ്യൽ ജയിൽ സന്ദർശിക്കുന്നു, ഒരു മിനിസ്റ്റർ ജയിൽ സന്ദർശിക്കുന്നു. അവര് ജയിലിന്റെ ഉള്ളിലാണ്. അവർക്ക് ജയിലിന്റെ നിയമം ബാധകമാണോ? അല്ല അല്ലേ? അവര് ജയിലിന്റെ ഉള്ളിലാണ്. അവര് മറ്റുള്ള ഇവരെയൊക്കെ പ്രതികളെയൊക്കെ കാണുന്നു, കുറ്റവാളികളെ കാണുന്നു, ഇടപെടുന്നു. പക്ഷേ ഈ വിസിറ്റിംഗ് ഗവൺമെന്റ് ഓഫീഷ്യൽസിന് ഈ ജയിലിലത്തെ നിയമത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ അധീനത്തിൽ വരില്ല. അവരും ജയിലിന്റെ ഉള്ളിലാണ്, അവരെ കാണുന്ന എവിടെയും ജയിലിന്റെ ഉള്ളിൽ. പക്ഷെ ജയിൽ പുള്ളികൾക്കോ അവരുടെ നിയമത്തിന്റെ പരിധിയിൽ വരും, വിസിറ്റിംഗ് ഓഫീഷ്യലിന് വരില്ല. അതേപോലെ തന്നെ ഭഗവാൻ ഈ പ്രകൃതി സൃഷ്ടിക്കുന്നു, അതിന്റെ ഫങ്ഷനിങ് നടത്തുന്നു, പക്ഷെ ഭഗവാൻ ആ അധീനത്തിൽ വരുന്നില്ല. അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാം. പ്രഭുപാദ ഒരു ഉദാഹരണം തരുന്നുണ്ട്. പിന്നെ ഇത് ലോട്ടസ് അല്ലെ, താമരപ്പൂവ് ആക്ച്വലി എവിടെയാണ് അത് കിളിക്കുന്നത്? അത് ചളിവെള്ളത്തിലാണ്. പക്ഷെ ചളിവെള്ളം അതിനെ സ്പർശിക്കുന്നില്ല. ആക്ച്വലി അത് ഈ സെബോ
അതിൻ്റെ കണ്ടാമിനേഷൻ അതിനെ സ്പർശിക്കുന്നില്ല. അതേപോലെയാണ് ഭഗവാനും ഈ മായാശക്തിയുടെ കാര്യങ്ങളുടെ ഇടപെട്ടാലും കൂടിയിട്ട് മായാശക്തിയുടെ അധീനത്തിൽ വരുന്നില്ല എന്ന് പറയുന്നത്. ഏതദേശാനം ഈ സസ്യ പ്രകൃതിസ്തോപി തദ്ഗുണൈ ന യുജ്യതേ സദാത്മസ്ഥേ യഥാ ബുദ്ധിസ്തദാശ്രയാ. ഏതദേശാനം ഈ സസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈ ന യുജ്യതേ സദാത്മസ്ഥേ യഥാ ബുദ്ധിസ്തദാശ്രയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതദീശനം ഈശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈ ന യുജ്യതേ സദാത്മസ്ഥേ യഥാ ബുദ്ധിസ്തദാശ്രയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതദീശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈ ന യുജ്യതേ സദാത്മസ്ഥൈ യഥാ ബുദ്ധിസ്തദാശ്രയാ. വിവർത്തനം. പരമപുരുഷന്റെ ഈശ്വരത്വം ഇതാകുന്നു. ഭൗതിക പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോഴും അവിടുന്ന് ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ അവിടുന്നിനെ ശരണം പ്രാപിച്ചവരും അവിടുന്നിൽ ബുദ്ധി ഉറപ്പിച്ചവരും പ്രകൃതി ഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. Very good. This is the opulence of the Lord. Although situated in the material nature, he is never affected by the modes of nature. Similarly, those who have surrendered to him and fixed their intelligence upon him are not influenced by the modes of nature. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാണ്. എന്താണ്? ഇവരൊന്നും ഭൗതിക ഗുണങ്ങളാൽ അഫക്റ്റ് ആവുന്നില്ല. അതേപോലെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിട്ടുള്ള ശുദ്ധ ഭക്തന്മാരും ഈ പ്രഭാവത്തിന്റെ കീഴിൽ വരുന്നില്ല. ഈ മൂന്ന് ഗുണത്തിന്റെ പ്രഭാവത്തിന്റെ സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ അവരും അതിൽ നിന്ന് ഉയർന്ന തലത്തിലാണ്. ഉയർന്ന തലത്തിൽ പറഞ്ഞാൽ പ്യുവർ മോഡ് ഓഫ് ഗുഡ്നസ്. ദോസ് ഹു ഹാവ് സറണ്ടേർഡ് ടു ഹിം ആൻഡ് ഫിക്സ് ദർ ഇന്റലിജൻസ് അപ്പോൺ ഹിം ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മോഡ്സ് ഓഫ് നേച്ചർ. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും ഈ മൂന്ന് ഗുണത്തിന്റെയും അധീനത്തിൽ വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കും ആ തലത്തിലേക്ക് ഉയരാം. നമ്മളെല്ലാവരും ബദ്ധാത്മാക്കളാണ് അല്ലെ? പക്ഷെ ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ ബിഗിനിങ്ലെസ് നമ്മൾ എപ്പോഴാണ് ഒരു കണ്ടീഷൻ സ്റ്റേറ്റിൽ വന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അനാദികാലം മുതൽക്ക് ബിഗിനിങ്ലെസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കും ഈ ബിഗിനിങ്ലെസ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ സ്റ്റേജിൽ നിന്ന് നമുക്കും ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ചിട്ട് ഫേവറബിൾ ആയിട്ട് നമ്മളും ഭഗവാന്റെ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ മൂന്ന് ഗുണത്തിന്റെ മുകളിലേക്ക് ഉയരാൻ പറ്റും. രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അല്ലെ നമ്മുടെ ശാസ്ത്രങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് നിത്യമുക്താസ്, ഒന്ന് നിത്യബദ്ധാസ് അല്ലേ? രണ്ട് തരത്തിലുള്ള ജീവാത്മാക്കൾ, നിത്യബദ്ധാസ് നിത്യമുക്താസ്. നമ്മൾ ഏതിലാണ് പെടുന്നത്? നിത്യബദ്ധാസ്. നിത്യമുക്താസ് എവിടെയാണ്? ഉത്തമം. അവരെവിടെയാണ്? അവര് സ്പിരിച്വൽ വേൾഡിൽ. അപ്പൊ അവരൊരിക്കലും മെറ്റീരിയൽ വേൾഡായിട്ട് യാതൊരു ബന്ധമില്ല അവർക്ക്. അവര് ആൾവേസ് ലിബറേറ്റ് ആണ്. ഒരിക്കലും അവർ ഭൗതിക ലോകത്തിൽ വന്നിട്ടില്ല. ദർ ആൾവേസ് സെർവിങ് ദ സുപ്രീം ലോർഡ് ഇൻ ദ സ്പിരിച്വൽ റൺ. നമ്മള് നിത്യബദ്ധാസാണ്. അതായത് അനാദികാലം മുതൽക്ക് ഇത് എപ്പോ തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ല. ആ ക്ലാരിറ്റി ഇല്ല. ബിഗിനിങ്ലെസ്, അനാദികാലം മുതൽ. അതുകൊണ്ടാണ് നിത്യബദ്ധ. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇവിടുന്ന് കരകയറാൻ? യെസ്, പ്രതീക്ഷയുണ്ട്. നമുക്കും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്കും ഇവിടുന്ന് കരകയറാൻ പറ്റും. ഒരു പ്രാവശ്യം കര കയറി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ ഭഗവാന്റെ ധാമിൽ പോയി കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ന തദ് ഭാഷയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം. ഒരു പ്രാവശ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് തിരിച്ചു വരേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ സംഭവിക്കില്ല അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നിത്യബദ്ധ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ പ്രീതിക്കനുസരിച്ച് നമ്മൾ ഭക്തന്മാരായിട്ട് സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെന്ന് കരകയറാൻ പറ്റും. So this text is from Srimad Bhagavatam 1.11.38.
Those who have taken shelter of the lotus feet of the personality of Godhead do not identify with the material world, even while living in it. അപ്പോൾ പ്രവാദ പറയുന്നത് we are in this material world, but we are not of this material world. വ്യത്യാസം എന്താ? ഇൻ ആൻഡ് ഓഫ്, രണ്ട് വേർഡിന്റെ വ്യത്യാസമുണ്ട്. വി ആർ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നിട്ടും ഈ ഭൗതിക ലോകത്തിൽ അല്ലാത്ത ഒരു സ്റ്റേറ്റിൽ വരിക. നമ്മൾ ഇവിടെയാണ് നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിലായിട്ട് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. Because of their transcendental intelligence in Krishna consciousness, they are not influenced by the material qualities. The spell of material activities does not attract such devotees. ഈ ഭൗതിക ലോകത്തിലെ ഭൗതിക ഇന്ദ്രിയ ഭോഗങ്ങളൊന്നും അങ്ങനത്തെ ശുദ്ധമായിട്ടുള്ള ഭക്തന്മാരെ ആകർഷിക്കില്ല. Therefore, the Supreme Lord and his devotees acting under him are always free from material contamination. അപ്പൊ അവർക്ക് ഭൗതിക ലോകത്തിലെ ഒരു ഗുണങ്ങളും അവരെ ബാധിക്കില്ല. സേതിന ജനരേ തുമി പരമാശ്രയ തുമി മൂല നാരായണ ഇതേക്കി സംശയ. സേതിന ജനരേ തുമി പരമാശ്രയ തുമി മൂല നാരായണ ഇതേക്കി സംശയ. ഹരിബോൾ. ഹരേ കൃഷ്ണ. सेयिति न जनर तुमी परम आश्रय तुमी मूल नारायण इते की संशय. हरे कृष्ण. हरे कृष्ण. सेयिति न जनर तुमी परम आश्रय तुमी मूल नारायण इते की संशय. വിവർത്തനം. ഈ 3 സമഗ്ര വിസ്തരണങ്ങളുടെയും പരമമായ ആശ്രയം അങ്ങാകുന്നു. അപ്രകാരം അങ്ങ് ആദിമനാരായണനാണെന്ന കാര്യത്തിൽ നേരിയ സംശയം പോലുമില്ല. ഹരേ കൃഷ്ണ. You are the ultimate shelter of these 3 plenary portions. Thus there is not the slightest doubt that you are the primal Narayana. Again and again, വീണ്ടും ബ്രഹ്മാവ് ആ ഒരു തത്വത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. You are the primal Narayana. You are the original Narayana. വീണ്ടും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഇവിടെ. You are the ultimate shelter of these 3 plenary portions. Thus there is not the slightest doubt that you are the primal Narayana. Brahma has confirmed that Lord Krishna is supreme, the source of the 3 manifestations known as Kshirodakaya Vishnu, Garbhodakaya Vishnu and Karanodakaya Vishnu, Mahavishnu. For his pastimes, Lord Krishna has 4 original manifestations, namely Vasudeva, Shankarshna, Pradyumna and Aniruddha. നമുക്കറിയാം, അതിൻ്റെ ഓർഡർ ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഓക്കെ, ബൽറാമിൻ്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ബൽറാം, പിന്നെ ചതുർവ്യൂഹ, പിന്നെ നാരായണ, പിന്നെ ചതുർവ്യൂഹ, പിന്നെ മഹാവിഷ്ണു. അങ്ങനെ ആ ഒരു ഹൈറാർക്കി വരുന്നത് താഴേക്ക്. ദ ഫസ്റ്റ് പുരുഷാവതാര മഹാവിഷ്ണു ഇസ് എ കോസൽ ഓഷ്യൻ ഹു ഇസ് ദ ക്രിയേറ്റർ ഓഫ് ദ അഗ്രിഗേറ്റ് മെറ്റീരിയൽ എനർജി. ആ മെറ്റീരിയൽ എനർജി എന്താണ്? പ്രധാൻ, മഹത്തത്വ. അത് കഴിഞ്ഞിട്ട് ഈസ് എൻ എക്സ്പാൻഷൻ ഓഫ് സംഘർഷണ. അപ്പോൾ മഹാസംഘർഷണ അതിൻ്റെ എക്സ്പാൻഷനാണ് മഹാവിഷ്ണു. ദ സെക്കൻഡ് പുരുഷ ഗർഭോസായ വിഷ്ണു ഈസ് എൻ എക്സ്പാൻഷൻ ഓഫ് പ്രദ്യുമ്ന. ദ സെക്കൻഡ് പുരുഷ ഗർഭോസായ വിഷ്ണു ഈസ് എക്സ്പാൻഷൻ. അപ്പോൾ സംഘർഷണ, പ്രദ്യുമ്ന, വാസുദേവ, അനിരുദ്ധ. തേർഡ് പുരുഷ ക്ഷോരസായ വിഷ്ണു ഈസ് എൻ എക്സ്പാൻഷൻ ഓഫ് അനിരുദ്ധ. All these are within the category manifestation of Narayana, who is a manifestation of Sri Krishna. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയുന്നത് ആരുടെ എക്സ്പാൻഷൻ ആണ്. ടെക്സ്റ്റ് 57. സേ തീനേര അംശി പരവ്യോമ നാരായണ തെൻഹ തുമാര വിലാസ തുമി മൂല നാരായണ. സേ തീനേര അംശി പരവ്യോമ നാരായണ തെൻഹ തുമാര വിലാസ തുമി മൂല നാരായണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സേയിതി അംശി പരവ്യോമ നാരായണ തെൻഹ തോമാര വിലാസ തുമി മൂല നാരായണ. ഹരേ കൃഷ്ണ. ഹരിബോ. കൂടി.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. വ്യോമ നാരായണ തെങ്ക തോമര വിലസ തോമി മൂല നാരായണ. വിവർത്തനം ദിവ്യപൂജ്യ ശ്രീമതി എസ് ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ. ജയ ശില പ്രഭുപാദ്. ഈ 3 സവിശേഷതകളുടെയും പ്രഭവം പരമ വ്യോമത്തിലെ നാരായണനാകുന്നു. അവിടുന്ന് അങ്ങയുടെ വിലാസ വിസ്തരണമാണ്. അതുകൊണ്ട് മൂലനാരായണൻ അവിടുന്നാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. Haribol. So those souls of these 3 features is Narayana in the spiritual sky, Paravyomatil. He is your Vilasa expansion. Therefore, you are the ultimate Narayana. Appo ആ പരംവ്യോമത്തിലുള്ള സ്പിരിച്വൽ സ്കൈയിലുള്ള നാരായണൻ അങ്ങയുടെ വിലാസ എക്സ്പാൻഷൻ അല്ലേ? പ്രഭാവ, വൈഭവ, വിലാസ പലതരത്തിലുള്ള എക്സ്പാൻഷൻസിനും കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങ് ആരാണ്? വിലാസ എക്സ്പാൻഷൻ, ലീല. Therefore, you are the ultimate നാരായണ. അതുകൊണ്ട് അങ്ങാണ് അൾട്ടിമേറ്റ് നാരായണ എന്ന് വീണ്ടും പറയുന്നു. അതയേവ ബ്രഹ്മവാക്യേ പരവ്യോമ നാരായണ തെൻഹോ കൃഷ്ണേര വിലാസ ഏ തത്വ വിവരണ. അതയേവ ബ്രഹ്മവാക്യേ പരവ്യോമ നാരായണ തെൻഹോ കൃഷ്ണേര വിലാസ ഏ തത്വ വിവരണ. അതയേവ ബ്രഹ്മവാക്യേ പരവ്യോമ നാരായണ തെൻഹോ കൃഷ്ണേര വിലാസ ഏ തത്വവിവരണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദയേവ ബ്രഹ്മവാക്യേ പരവ്യോമ നാരായണ തെൻഹോ കൃഷ്ണര വിലാസ ഏയി തത്വവിവരണ. വിവർത്തനം എസ് ഭക്തിവേദാന്ത. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ വാക്യമനുസരിച്ച് പരവ്യോമത്തിലെ അതിദേവനായ നാരായണൻ കൃഷ്ണന്റെ വിലാസരൂപമാണ്. ഇതിപ്പോൾ നിസ്സംശയം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പോൾ എന്താണ് പറയുന്നത്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ബ്രഹ്മാവിന്റെ അഭിപ്രായ പ്രകാരം, therefore according to the authority of Brahma, the Narayana who is the predominating deity of the transcendental world is but the vilasa feature of Krishna. അതായത് വൈകുണ്ഠത്തിലെ predominant ഡെയിറ്റിയാണ് നാരായണ. ആ നാരായണൻ ആരാണ്? കൃഷ്ണന്റെ വിലാസ ഫീച്ചറാണ്. ദിസ് ഹാസ് നൗ ബീൻ കൺക്ലൂസീവ്ലി പ്രൂവ്ഡ്. ബ്രഹ്മാവ് അതിനെ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഏ ശ്ലോക തത്വ ലക്ഷണ ഭാഗവത സാര പരിഭാഷ രൂപേഹാര സർവത്രാധികാര. ഏ ശ്ലോക തത്വ ലക്ഷണ ഭാഗവത സാര പരിഭാഷ രൂപേഹാര സർവത്രാധികാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളാം മാതാജി. ഹരേ കൃഷ്ണ. ഹേ ശ്ലോക തത്വലക്ഷണ ഭഗവത സാര പരിഭാഷ രൂപേ ഇഹാര സർവത്രാധികാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏ ശ്ലോക തത്വലക്ഷണ ഭഗവത സാര പരിഭാഷ രൂപേ ഇഹാര സർവത്രാധികാര. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകത്തിൽ ശ്ലോകം 30 സൂചിപ്പിച്ചിട്ടുള്ള സത്യമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ സാരം. പര്യായങ്ങളിലൂടെയുള്ള ഈ നിഗമനം എല്ലായിടത്തും പ്രയോഗയോഗ്യമാണ്. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്. The truth indicated in this verse, text 30 is the essence of Srimad Bhagavatam. This conclusion through synonyms applies everywhere. അപ്പോൾ ഈ സത്യം, അതായത് കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം, ഇത് തന്നെയാണ് ഭാഗവതം. അതാണ് ഇവിടെ പരിഭാഷ എന്ന് പറയുന്നത്. ത്രൂ ദ സിനോണിംസ് അപ്ലൈസ് എവരിവർ. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ബാക്കിയെല്ലാം മനസ്സിലാക്കുക. അപ്പം അതാണ് ഇവിടെ എസൻസ്. ഓക്കെ, സാര, എസൻസ്, പരിഭാഷ, സിനോണിം. ഇവിടെ അതും പറയുന്നതാണ്. കൺക്ലൂഷൻ, ദിസ് കൺക്ലൂഷൻ ത്രൂ സിനോണിംസ് അപ്ലൈസ് എവരിവർ. അപ്പോൾ ഇത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റ് ശ്ലോകങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ തത്വം നമ്മൾ വിട്ടുപോയാൽ പോയി. കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണനാണ് ഒറിജിനൽ ഓഫ് ഓൾ എക്സ്പാൻഷൻ, ഓൾ ഇൻകാർണേഷൻസ്. ഈസ് ദ മൂല കാരണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്? അഹം സർവസ്യ പ്രഭവോ.
എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈസ് ദ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. മത പരതരം ന അന്യത്, ഞാൻ അല്ലാതെ വേറൊരു സത്യമില്ല. ഈ എസൻസ്, ഈ സത്യം, ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടായിരിക്കണം മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, മറ്റുള്ള ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളും മറ്റുള്ള തത്വങ്ങളും മനസ്സിലാക്കാൻ. അതാണ് ഇവിടെ പറയുന്നത്. ഈസ് ദ എസൻസ് ഓഫ് ശ്രീമദ് ഭാഗവതം. ദിസ് കൺക്ലൂഷൻ ത്രൂ സിനോണിംസ് അപ്ലൈസ് എവറിവെയർ. ब्रह्म आत्मा भगवान कृष्णेर अविहार, ये अर्था न जानी मूर्खा अर्थाकारे आरा. ब्रह्म आत्मा भगवान कृष्णेर अविहार, ये अर्था न जानी मूर्खा अर्थाकारे आरा. हरि बोल. हरे कृष्ण. ब्रह्म आत्मा भगवान कृष्णेर विहार, ये अर्थ न जानी मूर्ख अर्थाकारे आरा. हरे कृष्ण. ഹരേ കൃഷ്ണ. വായിക്കണോ? हरे कृष्णा. ब्रह्मा आत्मा भगवान कृष्ण विहार, ए अर्थ न जानी मूर्ख अर्थ करे आरा. വിവർത്തനം. ബ്രഹ്മാവും പരമാത്മാവും ഭഗവാനും കൃഷ്ണന്റെ തന്നെ ആവിഷ്കാരങ്ങളാണെന്ന് അറിയാത്ത വിഡ്ഢികളായ പണ്ഡിതന്മാർ പലവിധത്തിൽ ഊഹാപോഹങ്ങൾ നടത്തുന്നു. ഹരേ കൃഷ്ണ. Hari Bol. Not knowing that Brahman, Paramatma and Bhagavan are all features of Krishna, foolish scholars speculate in various ways. Okay. ബ്രഹ്മനും പരമാത്മാവും ഭഗവാനും ഇതെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കാത്ത വിഡ്ഢികളായിട്ടുള്ള പണ്ഡിതന്മാര് അവരുടെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ പല പല സ്പെക്കുലേഷനും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പല വ്യാഖ്യാനങ്ങളും, ഭഗവത്ഗീതയിലത്തെ വ്യാഖ്യാനങ്ങളും കൃഷ്ണനല്ല, കൃഷ്ണന്റെ ഉള്ളിലുള്ള ആ ശക്തിയെ നമ്മൾ അറിയണം എന്നാണ് വ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. എന്താണ്? കൃഷ്ണനല്ല, കൃഷ്ണന്റെ ഉള്ളില് സംതിങ് ഇൻ കൃഷ്ണ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ആക്ച്വൽ പ്രിൻസിപ്പിൾ. അപ്പോൾ അതെന്താണ് ഇവിടെ ഈ ട്രാൻസ്ലേഷൻ പറയുന്ന പോലെ ഫുള്ളി സ്കോളേഴ്സ് സ്പെക്കുലേറ്റ് ഇൻ വേരിയസ് വേ. അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പറയുക. കൃഷ്ണൻ പറയുന്നു എന്നെ സമർപ്പണം ചെയ്യണം, എന്നെ ആശ്രയിക്കണം, ഞാനാണ് എല്ലാം. അപ്പോൾ ഇതിനെ വ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാരെന്താ പറയുന്നത്? അല്ല, കൃഷ്ണനല്ല, കൃഷ്ണന്റെ ഉള്ളിലുള്ള സംതിങ്, അവരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, ആ ശക്തിയാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എന്താണ്? ആ സ്പെക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ പറയുന്നത് ഫോളിഷ് സ്കോളേഴ്സ് എന്നുള്ളത്. സോ ടെക്സ്റ്റ് 61 അടുത്ത ക്ലാസ്സിൽ വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്ത കോടി വൈഷ്ണവ की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ताय गो प्रेमानंदे. हरि. हरे कृष्णा. എന്തെങ്കിലും